നമ്മുടെ ഇന്ത്യയിലെ 2024 ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞു. അതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വന്നു. കഴിഞ്ഞ ദിവസമാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി അങ്ങോട്ട് ആര് ഭരിക്കും, ആരാണ് പ്രധാനമന്ത്രി എന്നുള്ളതൊക്കെ നമുക്ക് വരും ദിവസങ്ങൾ അറിയാൻ സാധിക്കും. പക്ഷേ ഈ ഒരു അവസരത്തിൽ ഒരു കാര്യം പറയാനുള്ളത്, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏത് സമയവും വലിയൊരു മാറ്റം ഉണ്ടാവും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് 2024 കഴിഞ്ഞിട്ടുള്ള ഇലക്ഷൻ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. കാരണം വലിയ പാർട്ടി, ഭരണ പാർട്ടി 400-ലധികം സീറ്റുകൾ നേടിക്കൊണ്ട് തുടർഭരണം അവർ അത്രയും ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. ഒരുവിധപ്പെട്ട എല്ലാ ജനതയും അത് നടക്കുമെന്ന് വിശ്വസിച്ചിരിക്കുന്ന സമയത്ത് എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് വലിയൊരു മാറ്റം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വന്നു. എല്ലാവർക്കും സന്തോഷിക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഒരു പാർട്ടിക്ക് ഏത് കാലവും ജനങ്ങളെ അല്ലെങ്കിൽ വോട്ടർമാരെ തന്റെ പാർട്ടിയുടെ കീഴിൽ പേടിപ്പിച്ചും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്തിട്ടും ഭരിക്കാമെന്നുള്ള ഒരു ചിന്ത മാറ്റിയെടുത്തുള്ള ഒരു ഇലക്ഷനാണ് 2024 നടന്നിട്ടുള്ളത്. ഒരു പാർട്ടിയെ മാത്രം കുറ്റം പറയുന്നില്ല. ഏതൊരു പാർട്ടിയാണെങ്കിലും ഒരുപാട് കാലം അവർ തന്നെ തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരുന്നാൽ അതെന്തായാലും ആ ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിനെ വലിയ രീതിയിൽ ബാധിക്കും, ന്യൂനപക്ഷങ്ങളെ വലിയ രീതിയിൽ ബാധിക്കും. അതെല്ലാവർക്കും അറിയാം. പക്ഷേ ഒരുപാട് പാർട്ടികൾ ചേർന്നുകൊണ്ട് ആ ഒരു പാർട്ടിയുടെ വിജയത്തെ തടുക്കാൻ പരമാവധി ശ്രമിച്ചു. അവരാൽ കഴിയുന്ന പോലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്തായാലും വിജയം ഏകദേശം കണ്ടു എന്ന് വേണം പറയാൻ. പക്ഷേ വേറൊരു കാര്യം ഒരു അവസരത്തിൽ പറയാനുള്ളത്, ഒരു അടിസ്ഥാന വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ആളുകളാണ് ഉത്തരേന്ത്യൻ ജനങ്ങൾ. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അവരെ കുറ്റപ്പെടുത്തുകയല്ല, മാറ്റി നിർത്തുകയല്ല. അവിടെയുള്ള രാഷ്ട്രീയം അല്ലെങ്കിൽ അവരുടെ സാഹചര്യം അല്ലെങ്കിൽ അവരുടെ ജീവിത ശൈലി അങ്ങനെയാണ്. വിദ്യാഭ്യാസം കൊടുക്കാതെ, വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ തന്നെ പരമാവധി ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ നടക്കും. ആ ഒരു ഭാഗത്ത് വിദ്യാഭ്യാസം നിഷേധിച്ചുകൊണ്ട് അവിടെയുള്ള ഒരുപാട് ജീവിതശൈലികൾ മാറ്റിക്കൊണ്ട് ഒരുപാട് ജനങ്ങളെ പേടിപ്പിച്ചും ഭിന്നിപ്പിച്ചും അങ്ങനെയൊക്കെ ഭരിച്ചുകൊണ്ട് അവിടെ വോട്ട് ബാങ്കാക്കി വെച്ചിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് അറിയാം, ഉത്തരേന്ത്യയിലൊക്കെ വരുന്ന റിസൾട്ടുകളൊക്കെ എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. കാരണം BJPയുടെ വലിയൊരു കോട്ട അല്ലെങ്കിൽ വലിയൊരു വോട്ട് ബാങ്ക് എന്നറിയപ്പെടുന്ന ഉത്തർപ്രദേശിലെ അടക്കമുള്ള പല സംസ്ഥാനങ്ങളിലും BJPയുടെ നില എന്ന് പറയുന്നത് നിങ്ങൾക്ക് റിസൾട്ട് വന്ന് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അവർ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലാണ് താഴേക്ക് പോയിട്ടുള്ളത്. 2024 ഒരു ഇലക്ഷനിൽ ഇതുപോലൊരു മാറ്റം സംഭവിക്കാൻ കാരണം ഇവിടെയുള്ള വോട്ടർമാർക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. അതായത് ഭരണകർത്താക്കളുടെ അഴിമതി, അതുപോലെ തന്നെ ജനദ്രോഹ നയങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് സ്കാമും കാര്യങ്ങളൊക്കെ തുറന്നു കാണിക്കാൻ ഇന്ന് ഒരുപാട് ആളുകൾക്ക് കഴിഞ്ഞു. അതിൽ പ്രത്യേകിച്ച് പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത് ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു യൂട്യൂബറാണ്. 29-കാരനായിട്ടുള്ള ധ്രുവരാത്തി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലൂടെ അദ്ദേഹം തന്നാൽ കഴിയുന്ന രീതിയിൽ ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവന് പോലും ഭീഷണി ഉണ്ടായിരുന്നു. ഇത്രയും ഭീഷണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇന്ത്യയിലെ ജനദ്രോഹ നയങ്ങൾ, അഴിമതി, അതുപോലെ തന്നെ ആക്രമണങ്ങൾ എല്ലാം തന്നെ തുറന്നു കാണിക്കാൻ ഏതൊരു മനുഷ്യനും അറിയുന്ന രീതിയിൽ വളരെ വ്യക്തമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആ ഒരു യൂട്യൂബർ, ആ 29 വയസ്സുകാരനായിട്ടുള്ള ആ ഒരു ചെറുപ്പക്കാരന് സാധിച്ചു. വേണ്ട രീതിയിൽ തന്നെയാണ് അദ്ദേഹം ആ ഒരു സമയത്ത് ഇടപെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് വലിയൊരു മാറ്റം ഈ ഒരു ഇലക്ഷനിൽ നമുക്ക് കാണാൻ സാധിച്ചത്. അതല്ല എന്നൊന്നും നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മളെല്ലാവരും അദ്ദേഹത്തിന് ഒരു കയ്യേറി കൊടുക്കേണ്ടത് തന്നെയാണ്. കാരണം അത്രയും അധികം എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ കാല് കുത്തിയാൽ കൊല്ലുമെന്ന് പറയുന്ന വധഭീഷണി വരെ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നിട്ട് പോലും ഒരു അടി പോലും പിന്നോട്ട് വെക്കാതെ ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള കണ്ടന്റുകൾ, വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസുമായിട്ട് ജനങ്ങൾ അറിയാത്ത പല കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആ ഒരു യൂട്യൂബ് ചാനലിൽ കഴിഞ്ഞു. ഇന്നും ഒരുപാട് ആളുകൾ ആ ഒരു യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഹിന്ദിയെ മാത്രമായിരുന്നു ആദ്യം സംപ്രേഷണം ചെയ്തിരുന്നത് യൂട്യൂബ് ചാനൽ. പക്ഷേ ഇപ്പോൾ പല ഭാഷകളിലും ആ ഒരു യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ഇടുന്നുണ്ട്. അതായത് ആ ഒരു ഹിന്ദി പുറമെ പല ലാംഗ്വേജും, അതായത് എല്ലാവരിലേക്ക് എത്തണം, എല്ലാവരും കാണണം എന്നുള്ള സ്ഥിതിക്ക് അതുപോലെയുള്ള ഭാഷ മാറ്റിയുള്ള വീഡിയോസും അദ്ദേഹം ഇപ്പോൾ ആ ഒരു ചെറുപ്പക്കാരൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരാൾക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇതുപോലെ ഒരു സ്വാധീനം ഈ ഇലക്ഷനിൽ കാഴ്ചവെക്കാൻ സാധിച്ചുവെങ്കിൽ ഇതുപോലത്തെ ഒരു 10 പേരൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ അവസ്ഥ? ഭരണകർത്താക്കൾ പേടിക്കും, അഴിമതിക്കാർ പേടിക്കും. കാരണം ജനങ്ങളെ ചേർത്ത് നിർത്തിയാൽ മാത്രമേ ജനങ്ങളും ചേർത്ത് നിർത്തൂ എന്നുള്ള ഒരു ബോധം ഭരണകർത്താക്കൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. കാരണം അവർ പലവിധ മീഡിയാസിനെയും ഭയപ്പെടുത്തിയും അതുപോലെ തന്നെ അവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ടും പേടിപ്പിച്ചിട്ടും ഒക്കെ ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ പുറംലോകം അറിയാതെ മൂടി വെച്ചിരുന്നു. പക്ഷേ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആ ഒരു ധ്രുവരാത്തി എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ആള് ഒട്ടും തന്നെ പേടിക്കാതെ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ടാണ് ആളുകളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അതുപോലെ ഒരു 10, 20, 100 പേര് വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എല്ലാ രീതിയിലും അഴിമതി ഒന്നും ഇല്ലാതെ എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കുന്ന നല്ലൊരു ഇന്ത്യ ഉണ്ടാവും എന്നുള്ള കാര്യം തീർച്ചയാണ്. അതുപോലെയുള്ള ആളുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ധ്രുവരാത്തിയുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് ലാംഗ്വേജാണ് അറിയുക ആ ലാംഗ്വേജുള്ള യൂട്യൂബ് ചാനൽ അദ്ദേഹത്തിൻ്റെത് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അദ്ദേഹത്തിന് വേണ്ടിയിട്ട്, അദ്ദേഹത്തിന് പ്രശംസിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ചെയ്തത്. എന്തായാലും ധ്രുവരാത്തി നിങ്ങൾ കാണിച്ച ആ ഒരു ചങ്കൂറ്റം അതെല്ലാവർക്കും കിട്ടിയെന്ന് തരില്ല. നിങ്ങൾ കാണിച്ചത് വലിയൊരു അഭിനന്ദനം അർഹിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. എന്തായാലും നിങ്ങളുടെ ഒരു ശക്തമായ ഇടപെടൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അനിവാര്യമായിട്ടുള്ള ഒരു സമയത്ത് തന്നെയായിരുന്നു. നിങ്ങളുടെ ഇടപെടലുകളും നിങ്ങളുടെ വീഡിയോസും എല്ലാം. അതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാവിധ വിജയാശംസകളും നേരുന്നു. നിങ്ങൾക്കൊരു വലിയ ബിഗ് സല്യൂട്ട്.